ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഞാൻ ചെറിയൊരു കഥ പറയാം. ഒരു കൊയ്ത്തുകാലത്ത് ഉറുമ്പുകൾ തങ്ങൾക്ക് ലഭിച്ച ധാന്യമണികളുമായി നീങ്ങുകയായിരുന്നു. ഓരോ ഉറുമ്പും ചുണ്ടിലൊരു നെൽമണിയും കടിച്ചു പിടിച്ചുകൊണ്ടുള്ള ആ യാത്ര. വയലിൽ പൊഴിഞ്ഞു വീണ നെൽമണികളായിരുന്നു അവ ഓരോന്നും. ഉറുമ്പിനേക്കാൾ വലുതുള്ളതും അവകളെക്കാൾ ഭാരമുണ്ടായിരുന്നു ആ ഓരോ നെൽമണികൾക്കും. എങ്കിലും വളരെ സൂക്ഷ്മതയോടെ അവയും വഹിച്ചുകൊണ്ട് വരിവരിയായി ആ ഉറുമ്പുകളുടെ താവളത്തിലേക്ക്, ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഒരു പക്ഷി അവിടേക്ക് പറന്നു വന്നത്. ആ പക്ഷി ഈ ഉറുമ്പിൻ്റെ യാത്രയെ പുച്ഛത്തോടെ നോക്കി നിന്നുകൊണ്ട് ഉറുമ്പുംകൊട്ടകളോട് പറഞ്ഞു, ഹേ സുഹൃത്തുക്കളെ, നിങ്ങൾ എത്ര വിഡ്ഢികളാണ്! ഇത്രയും വലിയ ഭാരവും വഹിച്ച് നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം അവിടെ നിന്ന് ഭക്ഷിച്ചിട്ട് പോയാൽ പോരെ? നിങ്ങൾ എന്നെ നോക്കൂ, ഞാൻ എത്ര ഭാഗ്യവാനാണ്, എത്ര സ്വതന്ത്രനാണ്. എനിക്ക് അല്ലലില്ല, അലട്ടലില്ല. നല്ല പാകമായ പഴങ്ങൾ ഭക്ഷിച്ച് പാട്ടും പാടി ഓരോ മരക്കൊമ്പിലും പാറിപ്പറന്ന് നടക്കാൻ എനിക്ക് സാധിക്കുന്നു. നിങ്ങൾ വെറും ചുമട്ടുകാരായിപ്പോയതിൽ എനിക്ക് സഹതാപമുണ്ട് കേട്ടോ. ഉറുമ്പും കൂട്ടങ്ങളുടെ തലവൻ പറഞ്ഞു, സുഹൃത്തെ, ഞാനിപ്പോൾ നിങ്ങളോടൊന്നും പറയുന്നില്ല. മഴക്കാലം വരട്ടെ, അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ മഴക്കാലം വന്നു. പഴങ്ങളും ധാന്യങ്ങളും തീർന്നു. കനത്ത മഴ, വല്ലാത്ത തണുപ്പ്, പുറത്തിറങ്ങാൻ പോലും നിർവാഹമില്ലാത്ത ഒരവസ്ഥ. സ്വതന്ത്രനായി പറന്നു നടന്നിരുന്ന പക്ഷി ഭക്ഷണമില്ലാതെ വലയാൻ തുടങ്ങി. വളരെ വിഷമിച്ച് അവസാനം ഉറുമ്പുകളുടെ സമീപത്ത് വന്നു. ഒരൽപ്പം ധാന്യം എനിക്ക് കൂടി നൽകുമോ എന്ന് യാചിച്ചു. ഉറുമ്പുകളുടെ നേതാവ് പറഞ്ഞു, മഴക്കാലം വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞുവല്ലോ, വന്നതിൽ സന്തോഷം. പക്ഷേ ധാന്യമണികൾ നൽകാൻ നമുക്ക് നിർവാഹമില്ല. കാരണം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ സംഭരിച്ചു വെച്ചിട്ടുള്ളൂ. കൊയ്ത്തുകാലത്ത് പാട്ടും പാടി നൃത്തവും ചവിട്ടി നടന്ന നീ എന്തുകൊണ്ട് മഴക്കാലം വരുമെന്ന് കരുതിയില്ല? അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തെ നന്നായി കൊണ്ടുപോകുവാൻ സാധിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും ശരിയായ വിധത്തിൽ നാം വളരെ കരുതലോടെ ഉപയോഗിക്കുക. എങ്കിൽ മാത്രമാണ് ജീവിത വിജയം സാധ്യമാവുക. സാഹചര്യങ്ങൾ എന്നും ലഭിക്കണമെന്നില്ല എന്ന ബോധമാണ് എപ്പോഴും നമുക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം ലഭിച്ച സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നാമായി നിർമ്മിക്കുന്ന സാഹചര്യങ്ങളെ വളരെ കൃത്യതയോടെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഉറുമ്പും കൂട്ടങ്ങളുടെ ജീവിതം നിങ്ങൾ കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? അവകളിൽ നമുക്ക് വല്ലാത്ത ഗുണപാഠമുണ്ട്.